ASKയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുട്ടനാടൻ താറാവ് കറി. അതിനുവേണ്ടി നമ്മുടെ കയ്യിൽ 2 നാടൻ കുട്ടനാടൻ താറാവാണ്. കണ്ടോ? താറാവേ. ഹായ് ഫ്രണ്ട്സ്, ASKയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്രയും നാൾ നിങ്ങളുടെ സഹകരണങ്ങളും സപ്പോർട്ടും ലൈക്കും കൊണ്ട് ഞങ്ങളുടെ ചാനൽ ഇങ്ങനെ അതിദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വിഭവമായിട്ട് വന്നിരിക്കുകയാണ്, കുട്ടനാടൻ താറാവ് കറി. അതിനുവേണ്ടി നമ്മൾ 2 നാടൻ കുട്ടനാടൻ താറാവാണ്. ആലപ്പുഴയിൽ മാത്രം കിട്ടുന്ന കുട്ടനാടൻ താറാവ്. നമ്മുടെ താറാവിനെ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് അതിന്റെ പപ്പും പൂടൊക്കെ പറിക്കണം. ശരിക്കും ഈ പൂട പറിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ രോമങ്ങൾ എഴുന്നേറ്റ് വരും. പക്ഷെ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ബദലായിട്ട് വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാനിത് ക്ലീൻ ചെയ്യാം കേട്ടാ. ക്ലീൻ ചെയ്തിട്ട് കാണാം. വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ പപ്പും പൂടൊക്കെ പഠിച്ച് താറാവിനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ താറാവായതുകൊണ്ട് താറാവിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ പപ്പും പൂടൊക്കെ പഠിക്കുന്നത് മാനുവലായിട്ടാണ് നമ്മൾ പറിക്കുന്നത്. അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനൊന്നുമില്ല. അപ്പൊ കുറച്ച് പൂടൊക്കെ ഉണ്ടാവും. ഈ പൂട നമ്മൾ കളയണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസിൽ നമ്മൾ കത്തിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കും. ചൂടാക്കുന്ന പ്രക്രിയ എനിക്ക് കാണിക്കാൻ പോകുന്നു. നോക്കിയിട്ടൊക്കെ അപ്പൊ ഇതെടുത്ത് താറാവിനെടുത്തിട്ടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ഗ്യാസിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കരിക്കണത്. കൈ പൊള്ളിക്കരുത്, കൈ പൊള്ളിക്കാണ്ട് കരിച്ചെടുക്കണം. കൈ പൊള്ളിക്കാണ്ട് കരിച്ചെടുക്കണം. കാരണം ഇത് ഇത് കുറച്ച് പേരയിലാണ്. അപ്പൊ നമ്മൾ ഈ അത് കരിച്ചു കഴിയുമ്പോഴേ ആ പൂടൊക്കെ കത്തണ ഒരു മണം ഉണ്ടാകും. അപ്പൊ ഒരു വൃത്തികെട്ട മണമാണ്. അപ്പൊ മണം മാറാൻ വേണ്ടി കോമ്പൻസേഷൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണന്മാർ ഉപയോഗിക്കുന്ന പേരയില. ഈ പേരയില നമ്മൾ ഇത് പിച്ചെടുത്തിട്ട് അത് വെച്ച് ഉരയ്ക്കും. ഓക്കെ, അതാണ് കാണാൻ പോകും. നമ്മള് അത് വെച്ച് ഉരയ്ക്കണം. പേരയിലേക്ക് വെച്ച് എല്ലായിടത്തും ഉരയ്ക്കണം. ഉള്ള സ്കിന്നൊക്കെ പൊയ്ക്കോളും. എങ്കിലും പേരയിലേക്ക് ചുരക്കുമ്പോഴേ ആ ഒരു മണം പോവും, പുകമണമൊക്കെ പോവും. കണ്ട, അതാണ് കാണുന്നത്. അതിനകത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കും. എണ്ണ ഒഴിച്ച് കൊടുത്ത് അതെ എണ്ണ ഒഴിച്ച് കൊടുക്കും. ഇഞ്ചി ഇനി നമുക്ക് സവാള ഇടാം. തോനെ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇടുന്നത്. ആദ്യം സവാള ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കഴിക്കണം. വഴണ്ട എന്നിട്ട് കാണാം. മുളക് പൊടി ഒരു കുറച്ച് സ്പൂൺ കണക്കൊന്നുമില്ല. മുളക് പൊടി, മഞ്ഞപ്പൊടി കുറച്ച് മതി കേട്ടോ. എത്ര മഞ്ഞപ്പൊടി അത് ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, അഴുക പോകാൻ വേണ്ടിയിട്ട്. മല്ലിപ്പൊടി കുറച്ച് അധികം ഇടാം. മല്ലിപ്പൊടി നമുക്ക് കുറച്ച് അധികം ഇടാം. മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി കുറച്ച് അധികം ഇട്ടാൽ കുഴപ്പമൊന്നുമില്ല. കുരുമുളക് കുറച്ചിടുന്നുള്ളൂ, കാരണം നമുക്ക് എരിവൊക്കെ നോക്കാണ്ട്. അതുകൊണ്ട് കുറച്ചിട്ടുള്ളൂ. ഉപ്പിടാം. ഇപ്പോൾ നമ്മൾ ഇത്ര ഉപ്പിടാം. ഉപ്പാലം അതുകൊണ്ട് നമ്മൾ താറാവിൻ്റെ കഷ്ണങ്ങൾ, ഇറച്ചി കഷ്ണങ്ങൾ മിക്സ് ചെയ്യാൻ പോകണം. നമ്മൾ കുറച്ച് മിക്സ് ചെയ്യാൻ പോകണം. നമ്മൾ മിക്സ് ചെയ്യണം നന്നായിട്ട് കേട്ടോ. മിക്സ് ചെയ്താൽ കിടക്കണം. ക്ലാരിറ്റി ഇല്ല. താറാവിൻ്റെ കഷ്ണങ്ങൾ നമ്മുടെ മസാലയിൽ, നാടൻ മസാലയിൽ നാടൻ താറാവ് കഷ്ണങ്ങൾ കിടന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. തട്ടിപ്പത്തി വെച്ച്
നമ്മൾ മിക്സ് ചെയ്തെല്ലാം നമ്മളിപ്പോൾ കുക്കറിൽ വെച്ചേക്കണം. ഇനി കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ പോകണം. സവാളയും കൊച്ചുള്ളിയിലേക്ക് നമ്മൾ തക്കാളി 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു 2-3 പച്ചമുളകും അതിന് കൂടി ഇടാം. പച്ചമുളകും കൂടി ഇടാം. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കണം. ഉള്ളിയെല്ലാം വരണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ താറാവിന്റെ കഷ്ണങ്ങളും ആ കറികൾ ഇതിനകത്ത് ഒഴിക്കാം. റെഡിയായി ടേസ്റ്റ് നോക്കാൻ സൂപ്പർ. അപ്പൊ കൊതിയൂർന്ന താറാവ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ താറാവിലൂടെ കഴിക്കാനായിട്ട് നമുക്കുള്ളത് ഇടിയപ്പമാണ്, നല്ല നൂലപ്പം. ഇതെങ്ങനെ കഴിക്കേണ്ടത്? ഈ താറാവ് കറി ഇടിയപ്പത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കാം കേട്ടാ, ഇങ്ങനെ ഒഴിക്കണം. ആഹാ ആഹാ, ഇങ്ങനെ ഇച്ചിരി കൊടുത്ത് താറാവിന്റെ ഒരു ചെറിയ പീസ് അലിഞ്ഞു പോണതാണ്. നന്നായിട്ട് വെന്തലുണ്ട്. കണ്ട, താറാവിന് ഇറച്ചി കുറവായിരിക്കും, എല്ലാരെയും കൂടുതൽ. കണ്ട, ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് അതിനകത്തൊക്കെ എല്ലിയിൽ നിന്ന് കുറച്ച് ഇറച്ചിയൊക്കെ എടുത്ത് നോക്കാം. സൂപ്പർ. ചോദ്യം ചെയ്തോളാം. ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു. പാസാക്കിയിട്ടില്ല. ഈ സ്ഥാനത്തേക്ക് ഹർജി നിയോഗിച്ചു. ഹർജി പൊതുവാകുന്നതായി തിങ്കളാഴ്ച